അഡോബി ഇല്ലുസ്ട്രേറ്ററിനെ പറ്റി എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന വീഡിയോ സീരീസിലെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ സീരീസിൽ വരുന്ന എല്ലാ എപ്പിസോഡുകളും ഞാനൊരു പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ഐ ബട്ടണിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കായിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ ചാർട്ട് അല്ലെങ്കിൽ അതേപോലെ ഗ്രാഫുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതെങ്ങനെ നല്ല ഭംഗിയാക്കി എടുക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കൊട്ട് സമയം കളയാതെ അതെങ്ങനെ ചെയ്യാമെന്ന് പോയി നോക്കാം. നമുക്ക് ടൂൾ ബോക്സിൽ ഇവിടെ വരുമ്പോൾ ഗ്രാഫിൻ്റെ ഒരു സിമ്പൽ കാണാൻ പറ്റും. അത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ഗ്രാഫിൻ്റെ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതിൽ ഞാനിപ്പോൾ കോളം ഗ്രാഫ് ടൂൾ എന്ന് പറയുന്നതാണ് എടുക്കുന്നത്. അത് എടുത്തതിന് ശേഷം ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എത്രയാണോ അതിൻ്റെ വലിപ്പം വേണ്ടത് അതുവരെ കൊണ്ടുവന്നിട്ട് ക്ലിക്ക് റിലീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ടേബിൾ ചോദിക്കും. ഇവിടെ നമുക്ക് ഡേറ്റ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ആ രീതിയിൽ ഗ്രാഫിനെ കൊണ്ടുവരാനായിട്ടാണ്. അതിന് നിങ്ങൾ ആദ്യം എക്സൽ അല്ലെങ്കിൽ docs.google.com/spreadsheets എന്നുള്ളത് എടുത്തിട്ട് അതിൽ ഇങ്ങനെ ഒരു ഡേറ്റ ജസ്റ്റ് ടൈപ്പ് ചെയ്യണം. അതായത് ഒരു കോളത്തിൽ എന്തെങ്കിലും ഒരു പേരോ അടുത്ത കോളത്തിൽ അതിൻ്റെ ക്വാണ്ടിറ്റി അതേപോലെ എന്തെങ്കിലും ഒരു ഡേറ്റ ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് അത് ഇത്രയും കൂടെ കോപ്പി ചെയ്തെടുക്കണം. Ctrl+C അടിച്ച് കോപ്പി ചെയ്തിട്ട് നമ്മളിവിടെ വന്നിട്ട് ഫസ്റ്റ് കോളത്തിൽ ഫസ്റ്റ് സെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് Ctrl+V അടിക്കുക. അപ്പോൾ പേസ്റ്റ് ആവും. എന്നിട്ട് ഇവിടെ ടിക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡേറ്റ വെച്ച് ഇവിടെ ഗ്രാഫ് വന്നിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. ഇനി ഞാനിത് ക്ലോസ് ചെയ്യാണ്. ഇതിൽ കുറച്ച് സൂം ഔട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ ആ ഡേറ്റയുടെ ആ ഒരു ടേബിൾ നമ്മൾ ക്ലോസ് ചെയ്തു. അറിയാതെ നമ്മൾ ക്ലോസ് ചെയ്തു പോയി. ഇനി നമുക്കതിൽ ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതാ ഇവിടെ വന്നിട്ട് ഗ്രാഫ് ഡേറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് വീണ്ടും ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ കാണുന്നില്ലെങ്കിൽ ഒബ്ജക്റ്റ് ഗ്രാഫ് ഡേറ്റ എന്നുള്ളത് എടുത്തു കഴിഞ്ഞാലും ഇതേ ഓപ്ഷൻ തന്നെയാണ് വരുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ ഫോണ്ട് സൈസ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം ഇത് സെലക്ട് ചെയ്യുന്നു. ഓൾറെഡി സെലക്റ്റഡ് ആണ്. സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ വേറെ ഫോണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഫോണ്ട് സൈസ് മാറ്റാം. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. ഇതിന് നമ്മൾ അൺഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഗ്രാഫിൻ്റെ ഫങ്ഷൻസ് ഒന്നും പിന്നെ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മാക്സിമം ചേഞ്ചസ് എല്ലാം ഇതിനെ അൺഗ്രൂപ്പ് ചെയ്യാതെ തന്നെ ചെയ്യണം. എന്നാലും നമുക്കിത് വീണ്ടും അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഗ്രാഫായിട്ട് തന്നെ ആ ഒരു പ്രോപ്പർട്ടീസ് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കണമെങ്കിൽ അത് അൺഗ്രൂപ്പ് ചെയ്യാൻ പാടില്ല. ഇനി ഞാൻ എൻ്റെ കളർ ചേഞ്ച് ചെയ്യാനായിട്ട് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തു. ഒരു ബാറിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ഇവിടെ സ്വാച്ചസിൽ വന്നിട്ട് ഒരു കളർ കൊടുത്തു. അതേപോലെ ഇവിടെ ക്ലിക്ക് ചെയ്തു വേറൊരു കളർ കൊടുത്തു. ഇവിടെ ക്ലിക്ക് ചെയ്തു വേറൊരു കളർ കൊടുത്തു. ഇവിടെ ക്ലിക്ക് ചെയ്തു വേറൊരു കളർ കൊടുത്തു. ഇതിൽ ക്ലിക്ക് ചെയ്തു വേറൊരു കളർ കൊടുത്തു. ഇനി നമുക്ക് ഈ ചാർട്ടിനെ വേറൊരു ചാർട്ടിലോട്ട് മാറ്റാം, ഒരു പൈ ചാർട്ടിലോട്ട് മാറ്റാം. അതിന് നമ്മൾ ഇവിടെ വന്നിട്ട് ഗ്രാഫ് ടൈപ്പ് എന്നുള്ള ഓപ്ഷൻ എടുക്കണം. ഗ്രാഫ് ടൈപ്പ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നിട്ട് ഗ്രാഫിൽ വന്നിട്ട് ടൈപ്പ് എന്നുള്ളത് എടുത്താൽ മതി. എന്നിട്ട് അതിൽ ഞാൻ ഈ ഒരു പൈ ചാർട്ടിൻ്റെത് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഓക്കെ കൊടുക്കാം. ഇത് പൈ ചാർട്ടിലോട്ട് മാറി. പക്ഷേ നമ്മൾ കൊടുത്ത ഡേറ്റയുടെ രീതിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ ചാർട്ട് ഇങ്ങനെ വരുന്നത്. അത് കറക്റ്റായിട്ട് വരാനായിട്ട് വീണ്ടും ഗ്രാഫ് ഡേറ്റ എടുക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ട്രാൻസ്പോസ് റോ കോളം എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ ഇങ്ങനെ മാറും. അതായത് മുകളിൽ ഹെഡിങ് താഴെ ഇത് വരുന്ന രീതിയിൽ തിരിഞ്ഞ് നേരെ താഴോട്ട് വന്നിരുന്നത് തിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ടിക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും തിരിച്ച് കിട്ടും. നമ്മൾ ഇത് പൈ ചാർട്ടിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ കുറച്ച് കളറൊക്കെ പോയി. അത് നമുക്കൊന്നുകൂടെ കൊടുക്കാം. നമുക്ക് ഈ ഗ്രാഫിൻ്റെ ഈ പ്രോപ്പർട്ടി കളയാതെ തന്നെ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം ജസ്റ്റ് വേണമെങ്കിൽ ഇതിനെങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ വയ്ക്കാം. എന്നാലും ആ ഗ്രാഫ് ഫുള്ളായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതിന് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അത് ഇപ്പോഴും ഒരു ഗ്രാഫ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇതിലിനി ഡേറ്റ ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രാഫ് ഡേറ്റയിൽ വന്നിട്ട് ഞാനിതിപ്പം ഒരു 250 ആക്കിയെന്ന് വെച്ചോ. എന്നിട്ട് ഞാൻ ടിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് മൊത്തം അഡ്ജസ്റ്റ് ആകും. അതാണ് ഗ്രാഫായിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്തുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അതനുസരിച്ച് തന്നെ എല്ലാ ഇതും അപ്ഡേറ്റ് ആയിട്ട് വരും. ഞാനിത് പഴയത് തന്നെ കൊടുക്കാം, 120. ഇനി ഞാനിതിനെ
അൺഗ്രൂപ്പ് ചെയ്യണം. സാധാരണ രീതിയിൽ ഇങ്ങനത്തെ കേസ് വരുമ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് എക്സ്പാൻഡ് ആണ് കൊടുക്കുന്നത്. പക്ഷേ ഇതിൽ എത്ര എക്സ്പാൻഡ് കൊടുത്താലും ഇത് വർക്ക് ചെയ്യില്ല. ഇതിൽ നമ്മൾ കൊടുക്കാനുള്ളത് ഒബ്ജക്റ്റ് അൺഗ്രൂപ്പാണ്. ഇതിലൊരു ഇത് ചോദിക്കുന്നുണ്ട്, അത് യെസ് കൊടുക്കുക. അതായത് ഇത് പിന്നെ ഗ്രാഫിൻ്റെ ഇതെല്ലാം പോവും, ഒരു നോർമൽ ഒരു ഒബ്ജക്റ്റ് പോലെ ആകും എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ ഗ്രാഫ് സ്റ്റൈല് അതുപോലെ തന്നെ ഡേറ്റ ഒന്നും എടുത്ത് വീണ്ടും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ യെസ് കൊടുക്കുക. അതിനുശേഷം ഇതിനെ നമുക്കെല്ലാം ഒന്ന് അൺഗ്രൂപ്പ് ചെയ്യാം. അൺഗ്രൂപ്പ് ചെയ്യാനായിട്ട് ഷോർട്ട് കട്ടുണ്ട്, Ctrl+Shift+G ആണ്. ഓക്കെ, ഇനിയും കുറച്ച് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് Ctrl+Shift+G 1-2 തവണ അടിച്ച് കഴിഞ്ഞാൽ എല്ലാം അൺഗ്രൂപ്പ് ആവും. ഓക്കെ, അൺഗ്രൂപ്പായി. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ എലിപ്സ് ടൂൾ എടുത്തിട്ട് ഒരു സർക്കിൾ ഇവിടെ ഇങ്ങനെ വരയ്ക്കാം. ഓൾട്ടും ഷിഫ്റ്റും പ്രസ് ചെയ്ത് വരയ്ക്കുമ്പോൾ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് വരും. ഇനി ഞാൻ ഇത് മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ട് ഷേപ്പ് ബിൽഡർ ടൂൾ എടുത്തിട്ട് ഓൾട്ട് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്യും. അപ്പോൾ അവിടെ എനിക്ക് ഒരു ഹോള് കിട്ടി. ഇനി എൻ്റെ സ്ട്രോക്ക് ഔട്ട്ലൈൻ സ്ട്രോക്ക് കളയാനായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടെ സ്ട്രോക്കിൽ വന്നിട്ട് നൺ കൊടുക്കുകയാണ്. ആ സ്ട്രോക്കെല്ലാം പോയി. നമുക്ക് വേണമെങ്കിൽ ഇവിടെയും കളർ കൊടുക്കാം. ജസ്റ്റ് ഇത് സെലക്ട് ചെയ്തിട്ട് ഐഡ്രോപ്പർ ടൂൾ എടുത്ത് കൊടുത്താൽ മതി. വി പ്രസ് ചെയ്താൽ സെലക്ഷൻ ടൂൾ കിട്ടും. ഐ പ്രസ് ചെയ്താൽ ഐഡ്രോപ്പർ ടൂൾ. വി പ്രസ് ചെയ്താൽ സെലക്ഷൻ, ഐ പ്രസ് ചെയ്താൽ ഐഡ്രോപ്പർ, വി സെലക്ഷൻ, ഐ ഐഡ്രോപ്പർ, വി സെലക്ഷൻ, ഐ ഐഡ്രോപ്പർ. അപ്പോൾ ഇതിൻ്റെയും കൂടെ കളർ എടുത്തു. ഇനി നമുക്കിതിൽ ഒന്ന് 3D അപ്ലൈ ചെയ്ത് നോക്കാം. നമ്മളിങ്ങനെ ഡയറക്റ്റ് സെലക്ട് ചെയ്ത് എഫക്റ്റ് 3D എക്സ്ട്രൂഡ് ആൻഡ് ബെവൽ കൊടുത്തു കഴിഞ്ഞാൽ അതാ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. നമുക്കൊരു കൺട്രോളും കിട്ടില്ല, പല സൈഡിലോട്ട് തിരിഞ്ഞു പോകും. അത് ക്യാൻസൽ കൊടുത്തിട്ട് നമ്മളിതിനെ സെലക്ട് ചെയ്ത് Ctrl+G അടിച്ച് ഗ്രൂപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ചെന്നിട്ട് ഗ്രൂപ്പ് എന്നായിരിക്കും ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് കൊടുക്കുക. ഇനി ഇത് സെലക്ട് ചെയ്ത് എഫക്റ്റ് 3D എക്സ്ട്രൂഡ് ആൻഡ് ബെവൽ കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഓക്കെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ 3D ആയിട്ടാണ് കാണുന്നതെങ്കിൽ നമുക്ക് ഒറിജിനൽ ഷേപ്പും ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഒരു പീസ് ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ വെക്കണമെന്ന് വെച്ചോ. അതിന് നമ്മൾ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം ഈ പീസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ ജസ്റ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കാണാനായിട്ട് പറ്റും. നമുക്കിങ്ങനെ അല്ലാതെ ഇതിലിപ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു വ്യൂ കിട്ടുന്നില്ല. ഞാനൊരു Ctrl+Z കൊടുക്കാം. ഇതിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് Ctrl+Y കൊടുക്കുക. അപ്പോൾ നമുക്ക് ഔട്ട്ലൈൻ മോഡ് കിട്ടും. നമ്മളിത് കഴിഞ്ഞ ദിവസം ഷോർട്ട് കട്ട്സ് പഠിച്ച സമയത്ത് പഠിച്ചതാണ് ഔട്ട്ലൈൻ വ്യൂ. എന്നിട്ട് ഇതിൽ സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിപ്പോൾ ഗ്രൂപ്പ്ഡ് ആണ്, നിങ്ങളിത് അൺഗ്രൂപ്പ് ചെയ്യരുത്. അൺഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ആ 3D അതിൽ നിന്ന് പോകും. 3D ഓപ്ഷൻ മാറിയിട്ട് വീണ്ടും പഴയ പോലെ ആവും. അതുകൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പം ആ ഗ്രൂപ്പിനകത്ത് കയറും. നമ്മളിതൊക്കെ ആദ്യത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ വയ്ക്കുക. ആരോ പീസ് വെച്ച് വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഡബിൾ ക്ലിക്ക് ചെയ്യുക പുറത്ത്. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ പുറത്തിറങ്ങും. ഇനി Ctrl+Y അടിച്ച് കഴിയുമ്പോഴത്തേന് പഴയ പോലെ ആവും. ഔട്ട്ലൈൻ മോഡിൽ നിന്ന് മാറി ഇങ്ങനെ ആവും. അപ്പോൾ ഇന്നത്തെ അസൈൻമെൻ്റ് എന്ന് പറയുന്നത് ഇതേപോലെ ഒരു ഡേറ്റ ക്രിയേറ്റ് ചെയ്ത് ഇതേപോലെ തന്നെ ഒരു പൈ ചാർട്ട് 3Dയിലാക്കി ഒന്ന് ഡിസൈൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പഠിച്ചിട്ട് അതേപോലെ തന്നെ നിങ്ങളുടെ വർക്കുകളിലെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഡിസൈനിങ് ഒക്കെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ ആ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.